Hello dear students. അപ്പോൾ നമ്മുടെ +2 പബ്ലിക് എക്സാം ഇങ്ങടുത്തു അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് മോഡൽ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? പബ്ലിക് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ നന്നായി പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞോ? ഓക്കെ, പ്രിപ്പറേഷൻ എന്ത് ലെവൽ വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മോഡൽ ഇപ്പം നിങ്ങൾക്ക് പിന്നെ ലാബ് എക്സാമിൻ്റെ ഒരു തിരക്കിലായിരിക്കും, ഏകദേശമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ലാബ് എക്സാം ഒക്കെ. ലാബ് എക്സാം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലാബൊക്കെ സിമ്പിളായിരുന്നു, ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസിന് സിമ്പിളാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. എനിവേ, ഇനി നമുക്ക് നമ്മുടെ തിയറി പേപ്പറിലേക്ക് നന്നായി ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഒരു കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ ഇനി മുന്നോട്ട് പോകണം. മോഡൽ എക്സാം ആവുമ്പോഴേക്കും നമ്മൾ എല്ലാ ടോപ്പിക്സും അത്യാവശ്യമൊക്കെ പഠിച്ച് തീർക്കണം. എന്നിട്ട് പബ്ലിക് എക്സാം എഴുതുന്ന അതേ എന്താ പറയുക ഒരു എഫക്റ്റിൽ നിങ്ങൾ മോഡൽ എക്സാം എഴുതണം. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം നമുക്ക് പബ്ലിക് എക്സാം എന്ത് ചെയ്യാൻ പിന്നെ എഴുതാൻ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവല്ലേ? പ്ലാനിങ്ങോട് കൂടി പോയാലല്ലേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പ്ലാനിങ് ഇല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാനിങ് ആണ് എല്ലാ കാര്യങ്ങൾക്കും മസ്റ്റായിട്ടൊരു കാര്യം അല്ലേ? അപ്പോൾ പ്ലാനിങ്ങിന് നിങ്ങളെ ഞാൻ സഹായിക്കാൻ പോവുകയാണ്. അതായത് ഞാനൊരു ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ടാർഗറ്റിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആണ്. നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ മോഡൽ എക്സാമിന് വാങ്ങാൻ പറ്റും. ആ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് എക്സാമും നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ നോക്കണം, നമ്മുടെ പ്ലാനിങ് ഇങ്ങനെയാണ്. 5-ാം തീയതി തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ച ഫിസിക്സ് വെച്ച് തുടങ്ങാൻ പോവുകയാണ്. നമുക്കിതാ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ഈ 3 ചാപ്റ്റേഴ്സ് വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഈ ക്ലാസ്സിലേക്ക് വന്നാൽ മതി. ഒരുപാട് ലെങ്തി ക്ലാസ് ഒന്നുമല്ല, കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ക്രിസ്പായിരിക്കും. അതിലുള്ള കണ്ടന്റ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഒക്കെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ചാപ്റ്ററൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാപ്റ്റേഴ്സിനെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. റൈറ്റ്? അപ്പോൾ 5-ാം തീയതി ഫിസിക്സ് ആണ്, 6-ാം തീയതി ബയോളജി ആണ്. ഓക്കെ, ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 7-ാം തീയതി മാത്സ്. അങ്ങനെ ഓരോ സബ്ജക്ട്സും ഓരോ ദിവസം ഇങ്ങനെ മാറി 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 നിങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്, സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റെഡി? ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഷെഡ്യൂൾ മോഡൽ എക്സാം വരെയുള്ള ഷെഡ്യൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഷെഡ്യൂൾ നമുക്ക് വേറെ തരും. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാം വരെയുള്ള ഈ ഷെഡ്യൂൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? താഴെയുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പിന്നെ എന്താ പറയുക ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്യും, PDF പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഷോർട്ട് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. സോ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്രിസ്പായിട്ടുള്ള നോട്ടുകളുണ്ട്. ആ നോട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സെൻഡ് ചെയ്ത് നിങ്ങളൊക്കെ വെച്ച് പഠിച്ചാൽ മതി. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റൈറ്റ്? ബോർഡ് എക്സാം അല്ലേ, വലിയ പ്രശ്നം ഉണ്ടാവില്ല, സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സിമ്പിളായിട്ട് എക്സാം ചെയ്ത് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഒരു ഹയർ സെക്കൻഡറി നമുക്ക് ലീവ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. നന്നായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രിപ്പറേഷൻ നടത്തുക. പ്രിപ്പയർ ചെയ്തോ, ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി ക്ലാസ്സിൽ വെച്ച് കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്.